പുറമേയുള്ള ശബ്ദങ്ങൾക്ക് അതീതമായി നമ്മളുടെ ഉള്ളിൽ നിന്ന് തന്നെ പലപ്പോഴും നമ്മൾ ചില ശബ്ദങ്ങൾ കേൾക്കാറുണ്ട്. തേങ്ങലുകൾ. ഈ വേദന നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് ഞാൻ ഇപ്പോൾ മാറ്റിത്തരാം. ഒരു 5 മിനിറ്റ് മാത്രം എൻ്റെ കൂടെ ഇരിക്കൂ. നമ്മൾ തുടങ്ങുന്നതിന് മുമ്പേ നമുക്ക് സാവധാനം നമ്മളുടെ കണ്ണുകൾ അടയ്ക്കാം. ഒട്ടും ബലപ്രയോഗമില്ലാതെ സാവധാനം കണ്ണുകൾ അടച്ച് നമ്മളിരിക്കുന്ന ആ പൊസിഷനെ കുറിച്ച് നമുക്ക് ബോധമുള്ളവരാകാം. ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാൻ പോകുന്നത് അതിമനോഹരമായ ഒരു സ്ഥലത്തേക്കാണ്. മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലം. മഞ്ഞ് പെയ്യുമ്പോഴാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും നിശബ്ദത അനുഭവിച്ചിരിക്കുന്നത്. അത് നോക്കിയിരിക്കുമ്പം ആ മഞ്ഞ് വീഴുന്നത് വളരെ ലൈറ്റായിട്ടാണ്. അതിൻ്റെ സ്വരവും വളരെ ലൈറ്റാണ്. പക്ഷേ ആ കാഴ്ച നമ്മളുടെ കണ്ണുകൾക്ക് എന്തെങ്കിലും കുളിർമ നൽകും. നമ്മുടെ ശരീരത്തെ മൊത്തം കുളിർമ നൽകിക്കൊണ്ടുള്ള ഒരു പ്രത്യേക അനുഭവമായി അത് മാറാറുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് മഞ്ഞ് പെയ്യുന്ന ഒരു സ്ഥലത്തേക്ക് പോകാം. ആ ഓരോ മഞ്ഞ് പാളുകളും വീഴുമ്പോൾ നല്ല നക്ഷത്ര തിളക്കത്തോടെയാണ് താഴോട്ട് വന്ന് വീഴുന്നത്. അതവിടെ ഇങ്ങനെ വീണ് കിടക്കുമ്പോൾ ചെറിയ ചെറിയ സ്പാർക്കിൾസ് ആയിട്ട് തിളക്കം ഇങ്ങനെ വരുന്നത് കാണാം. എത്ര മനോഹരമായ കാഴ്ചയാണ്. ശുദ്ധമായ മഞ്ഞ്. നമുക്കത് വാരിയെടുക്കാൻ തോന്നും. നമുക്കത് മുഖത്ത് ഒപ്പിയെടുക്കാൻ തോന്നും. ഇതെല്ലാം നമ്മളെ ഫ്രഷ് ആക്കുകയും ചെയ്യും. ഇതൊരു ഇമാജിനേഷൻ മാത്രമാണ്. അതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും അവിടേക്ക് പോകാമല്ലോ. നിങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ ജനാലയ്ക്കരികിലിരുന്ന പുറത്തേക്ക് നോക്കുകയാണ്. ആ മഞ്ഞ് വീഴുന്നത് കാണാൻ. അതിലേക്ക് നോക്കിയിരിക്കുമ്പോൾ നിങ്ങൾ വേറെ ഒന്നും ചിന്തിക്കുന്നില്ല. ആ മഞ്ഞ് വീഴുന്ന ആ വീഴുന്ന രീതി മാത്രം നോക്കുന്നു. നേരെ താഴേക്ക് വീഴുന്നു. വീഴുമ്പോൾ അത് കുന്നുകൂടുന്നതനുസരിച്ച് അതിൻ്റെ ഭംഗിയും കൂടുന്നു. അത് നിശ്ചലമായി അവിടെ കിടക്കുമ്പോൾ നമ്മളുടെ മനസ്സും നിശ്ചലമായിക്കൊണ്ടേയിരിക്കും. അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ കൺകുളിർക്കിയ മഞ്ഞിനെ നോക്കൂ. നിങ്ങളുടെ വീടിൻ്റെ മറ്റു ഭാഗത്തേക്ക് നോക്കുമ്പോഴാണ് കാണുന്നത് അവിടെ മഞ്ഞ് വന്ന് വീണുകൊണ്ടേയിരിക്കുകയാണ്. ഒരു വെള്ളപ്പാളി പോലെ നിങ്ങളുടെ വീടിൻ്റെ മുകളിൽ ആ മഞ്ഞ് വീണ് കിടക്കുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ അയൽവക്കത്തെ വീടായി സങ്കല്പിക്കൂ. ആ വീടിൻ്റെ മുറ്റത്ത് നിൽക്കുന്ന ചെടികളിലും മരങ്ങളിലും ഈ മഞ്ഞ് വന്ന് വീഴുകയാണ്. ആ മഞ്ഞ് അവിടെ കുളിർമ നൽകുന്നത് പോലെ നിങ്ങളുടെ മനസ്സിനും കുളിർമ നൽകുകയാണ്. അത്ര മനോഹരമായ കാഴ്ചയാണ്. ഒട്ടും തന്നെ കലർപ്പുകളില്ലാതെ ശുദ്ധമായ വെള്ള മഞ്ഞ്. സോപ്പ് പതയാണോ എന്ന് പോലും തോന്നിപ്പോകും. അത്ര മനോഹരമായി അത് തിളങ്ങുന്നുണ്ട്. അതിമനോഹരമായ കാഴ്ചയാണ്. പൊടിമഴ പെയ്യുന്നത് പോലെയാണ് അത് വീണുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങിപ്പോകാൻ തോന്നുകയാണ്. ഇറങ്ങിക്കോളൂ. ആ മഞ്ഞിലേക്ക് ഇറങ്ങി അത് വാരിയെടുത്ത് ആ കുളിർമയോടുകൂടി നിങ്ങളുടെ മുഖത്തേക്ക് അത് വീഴും. അതിനെ മുഖത്തേക്ക് എറിയുകയോ മുഖത്തേക്ക് അതിനെ ചേർത്ത് വയ്ക്കുകയോ ചെയ്യൂ. എന്തൊരു ഫീലിംഗാണ്. മറക്കാനാവാത്തൊരനുഭവം. ആ കുളിർമ നിങ്ങളുടെ ശരീരത്തെ മൊത്തമായി ആവഹിച്ചിരിക്കുകയാണ്. എന്തൊക്കെയോ തേങ്ങലുകളും എന്തൊക്കെയോ വേദനകളും ഉണ്ടായിരുന്ന മനസ്സ് ഇപ്പോൾ അതൊന്നും ഓർക്കുന്നില്ല. ആ മഞ്ഞിൻ്റെ മനോഹാരിതയിൽ, ആ മഞ്ഞിൻ്റെ കുളിർമയിൽ നമ്മൾ നമ്മുടെ വേദനകളെല്ലാം മറന്ന് പ്രകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ അത്ഭുതങ്ങളെ നോക്കി എത്ര മനോഹരമായ കാഴ്ചയും അറിയാതെ പറഞ്ഞു പോകും. നമ്മളും പ്രകൃതിയിൽ എത്ര മനോഹരമായ സൃഷ്ടിയാണ്. നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾക്ക് ഇതുപോലെ ഈ മഞ്ഞിനെ നോക്കുന്ന പോലെ നോക്കാൻ സാധിച്ചാൽ നമ്മുടെ എല്ലാ വിങ്ങലുകളും പോയി അത് നമ്മുടെ ഏറ്റവും വലിയ ശക്തിയായി മാറും. കാരണം എത്രമാത്രം നമ്മൾ ഉള്ളിലേക്ക് പോകുന്നു അത്രമാത്രം ആന്തരികമായ ശക്തി നമ്മളെ ആവഹിക്കും. അത് നമ്മുടെ എല്ലാ മനപ്രയാസങ്ങളെയും എല്ലാ നൈമിഷിക പ്രയാസങ്ങളെയും മാറ്റി നമ്മൾ സ്ഥായിയായ ഒരു ധൈര്യം, ഒരു ബലം കൊണ്ടുവരും. എല്ലാ വിഷമതകളെയും അനായാസം നേരിടാനായിട്ടുള്ള ഒരു കഴിവ്, ഒരു ശക്തി നമ്മൾക്ക് ആർജിക്കാൻ സാധിക്കും. നമ്മൾ കണ്ണു തുറക്കുന്നതിന് മുമ്പേ നിങ്ങൾ ഒന്നുകൂടി ആ മഞ്ഞിലേക്ക് നോക്കൂ. ഒരല്പം കൂടി മഞ്ഞെടുത്ത് നിങ്ങളുടെ മുഖത്തേക്ക് എറിയും. ആ അനുഭവത്തോടെ നമുക്ക് പതിയെ കണ്ണു തുറക്കാം. ആ കുളിർമയോടുകൂടി നമ്മൾക്ക് നമ്മളിരിക്കുന്ന അവസ്ഥയിലേക്ക് കണ്ണു തുറന്നു വരാം. ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്താണെന്ന് നിങ്ങളൊന്ന് നോക്കൂ. മനസ്സ് ശാന്തമായില്ലേ? ഇന്നത്തേക്ക് ഇത് മതി. നാളെ നമുക്ക് മറ്റൊരു സ്ഥലത്തേക്ക് പോകാം. നാളെ കാണാം കേട്ടോ.